ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡിൽ വനം വകുപ്പിന്റെ അനധികൃത കയ്യേറ്റങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡ് ആക്ഷൻ കൗൺസിൽ. ചരിത്ര രേഖകളും സർക്കാർ ഗസറ്റ് നോട്ടിഫിക്കേഷനുകളും നിലനിൽക്കെ വികസന പ്രവർത്തനങ്ങൾ തടയുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ആക്ഷൻ കൗൺസിൽ വാർത്താസമ്മേളനത്തിൽ. ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡിലെ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 26 കിലോമീറ്റർ റോഡ് വനം വകുപ്പ് അനധികൃതമായി കയ്യേറ്റം നടത്തി വനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതായി ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡ് ആക്ഷൻ കൗൺസിൽ 1919 മെയ് 1 പുറത്തിറക്കിയ തിരുവിതാംകൂർ സർക്കാർ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം തട്ടേക്കാട് പെരിയാർ നദിയുടെ അക്കരെ മുതൽ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടം വരെ 42 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈറേഞ്ച് റോഡും അനുബന്ധ ക്യാമ്പ് ഷെഡുകളും PWDയുടെ ചുമതലയിലാണെന്ന് വ്യക്തമായ രേഖകളുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ചൂണ്ടിക്കാട്ടി. മലയാറ്റൂർ ഇടിയറ റിസർവ് ഫോറസ്റ്റിൽ നിന്ന് നിയമപരമായി ഡിസ്അഫോറസ്റ്റേഷൻ നടത്തി വിട്ടു നൽകിയ 325.98 ഏക്കർ ഭൂമിയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നതെന്നും ഫോറസ്റ്റ് റെഗുലേഷൻ ആക്ടുകൾ പ്രകാരം തന്നെ ഇത് സാധൂകരിച്ചതാണെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ റോഡ് 100% PWDയുടെ തന്നെയാണ് എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റും PWDയും റിപ്പോർട്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് ചെയ്തു കഴിഞ്ഞു. ആ റിപ്പോർട്ടുകളുടെ കോപ്പികളെല്ലാം നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോതമംഗലം MLAയും അതുപോലെ ദേവികുളം MLA എല്ലാം വളരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ വരുന്ന മാർച്ചിൽ നടക്കുന്ന ഇലക്ഷന് മുമ്പ് തന്നെയായിട്ട് ഈ റോഡിന്റെ ഫോറസ്റ്റിന്റെ തടസ്സം നീക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ മേഖലയിൽ താമസിക്കുന്ന നാട്ടുകാർക്കൊപ്പം തന്നെ 65ഓളം ട്രൈബൽ കോളനിക്കാർക്ക് ഏറ്റവും ഗുണപ്രദമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ട്രൈബൽ പഞ്ചായത്തായ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്തായ എടമലക്കുടിക്ക് കോതമംഗലത്ത് നിന്നും 69 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എടമലക്കുടി സൊസൈറ്റി കുടിയിലെത്തും. അപ്പം ഈ ട്രൈബൽ പ്രോജക്റ്റിന്റെ ഒരു ഇത് കൊടുത്താൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ റോഡ് അങ്ങോട്ട് കയറി ചെന്നാൽ എല്ലാ ട്രൈബൽ കോളനികളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗത സൗകര്യങ്ങളുണ്ടാവും. വാർത്താ സമ്മേളനത്തിൽ റോഡ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ, മുൻ MLA PP സുലൈമാൻ റാവുത്ത്, അജി നാരായൺ തുടങ്ങിയവർ പങ്കെടുത്തു. 1919 PWDക്ക് കൈമാറിയിട്ടുള്ള സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ വനം വകുപ്പ് പിന്മാറിയേ മതിയാവും. അപ്പോൾ വനം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും റവന്യൂ വകുപ്പും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് പരിശോധിച്ചിരിക്കുന്നത്. അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതിന്റെ ഹെഡായി വെച്ചിരിക്കുന്നത് അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെയാണ്. വാസ്തവത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരെ തന്നെ മധ്യസ്ഥനാക്കാതെ ആക്ച്വലി വനം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും തമ്മിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചെയർമാനായി വെച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ ഷേപ്പ് ഒന്ന് മാറ്റുന്നത് പ്രയോജനപ്രദമാണ് എന്ന അഭിപ്രായം കൂടി ഞങ്ങൾക്കുണ്ട്. ഏതായാലും ഒരു വളരെ വിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ വലിയ സജീവമായ ഒരു വലിയ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ആ പ്രദേശത്തെ ജനങ്ങൾ ആകെ അണിനിരക്കുകയും ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ ആഘോഷിക്കുന്നു.